ഇന്ത്യൻ കോഫി ഹൗസിലെ രുചിയും ചർച്ചയുമെല്ലാം ഇനി ഓർമ്മ. അരനൂറ്റാണ്ടോളമായി സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ കോഫി ഹൗസ് കൊല്ലത്ത് മെയ് 23-ന് പ്രവർത്തനം അവസാനിപ്പിക്കും. ജീവനക്കാരുടെ അപര്യാപ്തതയും വരുമാനത്തിലെ കുറവ് മൂലം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടായതോടെയാണ് കോഫി ഹൗസ് പ്രവർത്തനം നിർത്തുന്നത്. പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് കാണിച്ച് കോഫി ഹൗസിന് മുന്നിൽ നോട്ടീസ് പതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇതുപോലെ ഇന്ത്യൻ കോഫി ഹൗസ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് മുകേഷ് MLA അടക്കമുള്ളവർ ഇടപെട്ട് പ്രവർത്തനം തുടർന്നു പോവുകയായിരുന്നു. അന്ന് കൊല്ലത്ത് തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതുവരെ തൽസ്ഥാനത്ത് തുടരുമെന്നും പുതിയ നിയമനങ്ങൾ നടത്താൻ ശ്രമിക്കുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ജീവനക്കാരുടെ ക്ഷാമം കോഫി ഹൗസിന്റെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് കോഫി ഹൗസ് അടച്ചുപൂട്ടിലേക്ക് എത്തിയത്. മുമ്പ് 40ഓളം ജീവനക്കാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 15ഓളം ജീവനക്കാരാണുള്ളത്. ജീവനക്കാരുടെ അപര്യാപ്തത ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതിലും അടുക്കളയിലുമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുതിയ ജീവനക്കാരെ എടുക്കുന്നില്ല. കൊല്ലത്തെ ജീവനക്കാരെ കൊട്ടാരക്കര, ചെങ്ങന്നൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് മാറ്റാനാണ് പദ്ധതി. കപ്പലണ്ടിമുക്കിലായിരുന്നു കോഫി ഹൗസ് പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് മെയിൻ റോഡിലെ കെട്ടിടത്തിലേക്കും അവിടെ നിന്ന് ഒഴിയേണ്ടി വന്നപ്പോൾ അർച്ചന ആരാധന തിയേറ്റർ സമുച്ചയത്തിലേക്കും മാറുകയായിരുന്നു. 30 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് ഇവിടെ വരിക. കൂട്ടുകാരുമായിട്ട് ഇതിന് കാത്തു കുടിച്ച് രസിച്ച് സംസാരിച്ചിട്ടൊക്കെ പോകുന്ന കാലമായിരുന്നു അന്നത്തെ കാലം. ആ ഒരു കാലം കഴിഞ്ഞ് അങ്ങനെ അതിൻ്റെ തുടക്കം ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. അപ്പം കൂട്ടുകാർ തന്നെ എത്രയോ പേര് പിരിഞ്ഞിട്ട് പോയിട്ട് ഈ കോഫി ഹൗസ് നമ്മുടെ തൊട്ടടുത്ത് കൊല്ലത്ത് തന്നെ തൊട്ടടുത്ത് ഉള്ളതുകൊണ്ട് ആ ഒരു ശീലം ഇങ്ങനെ 30 കൊല്ലമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചെറിയ ഇതുണ്ട്. കാര്യം നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രീ ആയിട്ട് വന്നിരുന്നാലും ഇതേ കണക്ക് വേറെ ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടത്തില്ല, പീസ്ഫുള്ളായിട്ട്. കാര്യം അത്രയ്ക്കും ഒരു ഇതായിട്ട് ഇവർ കാപ്പി കുടിച്ചാൽ ഇവർക്ക് ഇവരുടെ ഇതിൽ ഒരു ഇതുമില്ല. ഒരു കോഫി കുടിച്ചിട്ട് എത്ര സമയം ഇരുന്നാലും അവർ എണ്ണിച്ച് പോകാൻ ഇതുവരെ ഇത്രയും വർഷമായിട്ടിരുന്ന് ഇതുവരെ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പോലുമില്ല. ഇതേ കണക്ക് വേറെ ഒരു ഹോട്ടലിൽ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടത്തില്ല. 2014 ഇവിടേക്ക് മാറിയതോടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായിരുന്നു. പ്രധാന റോഡിൽ നിന്നും മാറിയുള്ള സ്ഥലമായതും പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുമെല്ലാം കോഫി ഹൗസിലെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. പ്രതിസന്ധിക്കിടയിലും മുന്നോട്ട് പോവുകയായിരുന്ന കോഫി ഹൗസിന് വർഷങ്ങളായി പുതിയ നിയമനം നടക്കാത്തതാണ് വെല്ലുവിളിയായി മാറിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.